ശേഷമാണ് കേട്ടോ കൂട്ടുകാരെ വ്ളോഗ് എടുക്കുന്നത്. നിങ്ങൾ ആരും എന്നെ ചീത്ത പറയരുത് വ്ളോഗ് ഇടാത്തത്. അപ്പൊ ഹാപ്പി ക്രിസ്മസ് ആയിട്ട് നമുക്ക് വീഡിയോ ഇട്ട് തുടങ്ങാം കേട്ടോ. ഇന്ന് ക്രിസ്മസിന്റെ രാത്രിയാണ്, നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്. എല്ലാവരും റെഡിയായി. എന്താണ് ഞാൻ ഇത്ര നാളും വീഡിയോ ഇടാത്ത എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടോ കൂട്ടുകാരെ. നിങ്ങൾ ആരും എന്നോട് വിഷമിക്കൊന്നും ചെയ്യരുത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ. അപ്പൊ നമ്മള് വേഗം പള്ളിയിലേക്ക് പോട്ടെ കേട്ടോ. എന്റെ മോന് രാജ ചുണ്ടിരിപ്പെന്നോ നിക്ക് നിക്ക് എന്നാ കാണട്ടെ. ഇവിടെ നിക്ക് സ്കൈനൊന്ന് കാണിക്കട്ടെ. അയ്യോ എന്റെ അതെ അതൊക്കെ വായി കൊത്തിക്കിട്ടു. പോവാ പള്ളിയില്. പള്ളി പോകുന്നതിന്റെ സന്തോഷത്തിലാട്ടോ. അമ്മേ അമ്മേ അടങ്ങ് അടങ്ങ് ഭൈരവി അടങ്ങ്. ഇറങ്ങ 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 നോക്കുക. അമ്മേ ടെരുവാൻറ്റുറ്റി അമ്മേ. പള്ളിയിലെത്തിയിട്ട് കാണാട്ടോ കൂട്ടുകാരെ. ഇവിടെ വെട്ടമില്ല. വളരെ നേരത്തെ പരിഹാരം നൽകുന്നവനും വെളിപ്പാക്കുന്നവനും കൂട്ടുകാരെ നമ്മൾ നല്ല കേക്കും കട്ടൻ ചായയും ഉണ്ടോ. സൂപ്പർ ഹാപ്പി ക്രിസ്മസ്. കണ്ടോ പള്ളിയിലെ ക്രിസ്മസ് പുൽക്കൂടാണ് കേട്ടോ. ആയി നിറയും ബലൂൺസ്. കയ്യിന് ഫോട്ടോ എടുക്കാൻ നിൽക്കും. നോക്ക് ഇതൊന്ന് വരി നിൽക്കണം. മുന്നോട്ട് നിൽക്ക. നമ്മള് വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തി നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോവാണ്. ഭയങ്കര തിരക്കൂട്ടിലാട്ടോ. പടക്കം പൊട്ടിക്കാനുള്ളതിന്റെ തിരക്കൂട്ടിലാണ് കേട്ടോ. നമ്മള് പള്ളി കഴിഞ്ഞപ്പോ വീട്ടിലെത്തി. എനിക്ക് കുറച്ചൊരു പല്ല് വേദന ഉണ്ട്. അത് കാരണം വാ തുറന്ന് വർത്താനം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് പടക്കം പൊട്ടിക്കാം. റെഡി വാറ്റത്ത് സ്റ്റാർട്ട്. ഞാനും പപ്പയും മാത്രം ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. ഞാൻ കൊടുത്തപ്പോ പേടിയേ. അയ്യോ അങ്ങോട്ട് പോയി. അപ്പൊ കൂട്ടരെ നമ്മുടെ പടക്കം പൊട്ടിയിലും കാര്യങ്ങളൊക്കെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എന്താണ് എത്ര നാൾ വ്ളോഗ് ഇടാത്തത്? എന്താണ് നിങ്ങൾ എന്നോട് ചീത്ത പറയുന്നത്? നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, ഏത് ഫോണിലാണ് നിങ്ങൾ വീഡിയോ ഇടാതെ കുഞ്ഞു എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ OnePlus 9 വീഡിയോ എടുത്തോണ്ടിരുന്നത്. നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ സാമ്പോ പോയി കഴിഞ്ഞിട്ടുള്ളതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഗ്രീൻ ലൈന് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ എങ്കിൽ അതിപ്പോൾ കൂടി കുറേ ലൈനുമായി. അതിൻ്റെ ഒപ്പം തന്നെ ടച്ച് വർക്കാവാതായിട്ടോ. അപ്പോൾ നമുക്ക് ടച്ച് വർക്കാവാണ്ട് വീഡിയോ എടുക്കൽ നടക്കില്ല, എഡിറ്റിങ് നടക്കില്ല, ഒന്നും നടക്കില്ല. അത് കാരണമാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സാമ്പോ പോയപ്പോൾ സ്കൈക്ക് ഭയങ്കര മാനസികമായിട്ടുള്ളൊരു സംഭവം വന്നു. പിരിഞ്ഞു നിൽക്കാൻ പറ്റായിക. ഞാനൊന്നും നോക്ക് വേണ്ട, എൻ്റെ അപ്പൻ്റെ എന്ന് പറഞ്ഞ സ്കൈ ഭയങ്കര വഴക്കായി. പിന്നെ പനിയായി, കരച്ചിലായി,
പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിട്ടോ. പിന്നെ കുറേ നാളത്തേക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളും അങ്ങനെയൊക്കെ കൂടി ആയതുകൊണ്ടാണ് കേട്ടോ മര്യാദയ്ക്ക് വ്ലോഗ് ഇടാത്തത്. അല്ലാണ്ട് മടിയായിട്ടൊന്നും അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. എനിക്ക് മടിയാണെന്നൊന്നും, കുറച്ച് മടി വന്നോന്ന് എനിക്കൊരു സംശയമില്ല. എന്തോ തൊപ്പി അവള് ഊരി കളഞ്ഞാമേ. സ്കൈ രാത്രിയാവുമ്പം ഫുള്ള് കരച്ചില്ല, സംഭവം ഇല്ലാണ്ട് കിടക്കില്ല. കാരണം ഇച്ചേന്റെ നെഞ്ചിൽ കിടന്ന് ശീലിച്ച്. നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഞാനൊരു താക്കീത് തരാം, അപ്പന്മാരുടെ കൂടെ എന്തോ കേട്ടുന്നുണ്ട് മുതൽ, അപ്പന്മാരുടെ നെഞ്ചി കിടത്തി ഉറക്കരുത്. പിള്ളാരെ വളർത്തുവാണെങ്കിൽ അപ്പന്മാരുടെ ഭയങ്കര അറ്റാച്ച്മെന്റ് വരുന്നത് വളർത്തരുത്. ഇവർക്ക് എങ്ങനെയാണേലും ഉണ്ടല്ലോ, അവരൊന്നും നോക്കിയില്ലേ പോലും അവരെന്തോ വലിയ 10 മാസവും വയറ്റി ചുമന്ന് നടന്നതുപോലെയും പ്രസവിച്ച പോലെ അവര് ഭയങ്കര കഷ്ടപ്പെട്ട് നോക്കിയത് നമ്മളെന്തോ ഏതാണ്ട് അവിടെ ഉണ്ടായ നമുക്കുണ്ടായ കൊച്ചല്ലേ എന്നുള്ളൊരു ചിന്തയാന്ന് തോന്നുന്നു. അങ്ങനത്തെ കാട്ടായൊക്കെ നമ്മുടെ അടുത്ത് തന്നെ. അമ്മ വേണ്ട, എൻ്റെ അപ്പ എന്തിയെ, അമ്മ ജോലിക്ക് വെക്കുക, അപ്പേരെ ഇവിടെ നിർത്തുന്നു. എന്നോട് പറയുന്നേ സ്കൈയെ, നിങ്ങൾ വിചാരിക്കുക സ്കൈ കുഞ്ഞു ബേബി അല്ലേ ഇങ്ങനെയൊക്കെ പറയുമെന്നൊക്കെ. സ്കൈ ആകെ ആള് മാറിപ്പോയിട്ട് കൂട്ടുകാരെ, ഭയങ്കര അപ്പസ്നേഹി അപ്പപ്രേമിയാണ്. എന്നിട്ടുള്ള റീൽസും വീഡിയോസും കണ്ടിട്ട് എന്നെ ബേബി ആയിരുന്നപ്പോൾ എൻ്റെ അപ്പ എടുത്ത വീഡിയോ കണ്ടു എന്നും പറഞ്ഞിട്ട് ഇരുന്ന് കരയിലാണ് സ്കൈൻ്റെ മെയിൻ ഹോബി. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ സംഭവം പോയതിൻ്റെ എനിക്കൊന്നും വിഷമിക്കാൻ പോലും സമയം കിട്ടിയില്ല. എന്നിട്ട് കൂട്ടുകാരെ, നമ്മൾ ഫോണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനിച്ചു. ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം നോക്കുമ്പം നമ്മുടെ OnePlus ഇങ്ങനെ തുറന്നു വന്നു. എൻ്റെ പൊന്നെ, എല്ലാവരും പറഞ്ഞു ഇത് പൊട്ടിത്തെറിച്ചു കേട്ടോന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ഫോൺ മാറ്റാന്നുള്ള ചിന്തയിലായി. അപ്പൊ വ്ലോഗ് എടുക്കണം, അതിനനുസരിച്ചുള്ള ഒരു ഫോൺ എന്തായാലും മേടിക്കാന്നായിരുന്നു പ്ലാന്. നമുക്ക് താൽക്കാലികമായിട്ട് യൂസിന് വേണ്ടിയിട്ട് ഫോൺ ഇല്ലാണ്ടായി. വേഗം അതിനെല്ലാം കൂടി ആയിട്ട് നമ്മളൊരു ഫോൺ മേടിച്ചു. ആ ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാംസങ് ഗാലക്സീൻ്റെ ഒരു A സീരീസ് ആണ് മേടിച്ചിട്ടുണ്ടായത്. സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഒരു വാട്സപ്പ്, ഇൻസ്റ്റഗ്രാമും യൂട്യൂബും കൂടി ഞാൻ ഡൗൺലോഡ് ചെയ്തപ്പോഴത്തേക്കും അത് ഹാങ്ങായി. നമുക്ക് അത്രയും ആപ്ലിക്കേഷൻ അതിൽ താങ്ങാനുള്ള പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ നമ്മുടെ OnePlus എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ആയി. കണ്ടോ, വരകൾ മാത്രമുള്ളൊരു ഫോണാണ്. ഇതിലാണ് ടച്ച് ഒന്നും വർക്കാവില്ല. പിന്നെ ഞാൻ എന്തിനു കൊണ്ടിറക്കുന്നൊന്നുമല്ല, ആ ഫോണിലാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഉത്ഭവം. അതായത് സാംബോയിൻ്റെ ഫോണിൽ നിന്നാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. സ്കൈ ഉണ്ടായപ്പോൾ ഉള്ള വ്ലോഗ് കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് ആ ഫോണിനോടുള്ളത് കാരണം ഞാൻ ആ ഫോൺ കൊടുക്കാനേ സമ്മതിച്ചില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യും ഇവിടെ ബാലാന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൂട്ടുകാരെ നമ്മൾ EMIക്ക് ഫോൺ എടുക്കാൻ തീരുമാനമായി. EMIക്ക് തീരുമാനമായിട്ട് എന്താ, സാംബോയിൻ്റെ ഇതിലാണ് എന്താ ലിമിറ്റ് ഉള്ളത്. 1.5 ലക്ഷം രൂപ വേണം ഒരു നല്ലൊരു ഫോൺ എടുക്കണമെങ്കിൽ. 1 ലക്ഷം 1.5 ലക്ഷം രൂപേൻ്റെ ഇടയിലൊക്കെ വേണം നല്ല ഫോൺ കിട്ടണമെങ്കിൽ. സാംബോയിൻ്റെ കാർഡ് വെച്ച് നമുക്ക് എടുക്കാം. പക്ഷെ സാംബോ ഇവിടെ വേണം. EMIക്ക് എടുക്കുമ്പോൾ ആൾ ഇവിടെ വേണം. ആരുടെ പേരിലാണോ എടുക്കുന്നത് അയാൾ ഇവിടെ വേണമല്ലോ. അപ്പം എൻ്റെ ആ പ്രതീക്ഷ അങ്ങ് കഴിഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടുകാരെ ഇനി ഒരു വഴിയില്ലാന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഫോൺ റെഡി ക്യാഷ് കൊടുത്തെടുക്കാന്ന് പറഞ്ഞത് അത്ര അങ്ങ് എളുപ്പമുള്ള കാര്യമല്ലല്ലോ നമുക്ക്. അത് കഴിഞ്ഞാൽ 2 സംഭവം പറയുന്നു, ഫോണ് വരൂട്ടോ എന്നാണ്. അപ്പൊ അതാണ് കൂട്ടുകാരെ, നമ്മുടെ ഫോൺ അങ്ങനെ ഫൈനലി സംഭവം ഓൺലൈൻ വഴി മേടിച്ചു തന്നു. നമ്മുടെ സാംസങ് ഗാലക്സി X24 മേടിച്ചു തന്നോട്ടോ. ആകുമ്പോണ്ട് കുഞ്ഞു ഫോണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വ്ലോഗ് എടുക്കുന്നത് അതിലാണ്. അപ്പൊ എൻ്റെ എല്ലാ എക്സ്ക്യൂസുകളും ഇവിടെ നിർത്തി കട്ട് പണിട്ടെ നമ്മളിനി വ്ലോഗ് ഇടുന്നതാണ് കൂട്ടുകാരെ. ഞാനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. സാംബോനെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. എത്ര പെട്ടെന്ന് ഒരു കൊല്ലം പോയെന്ന് ഓർത്തൊക്കെ. കഴിഞ്ഞ കൊല്ലം സാംബോ നമ്മളെല്ലാവരും കൂടെ പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ പോയി വന്ന് കേക്കൊക്കെ മുറിച്ച് കഴിച്ച് എന്തൊക്കെയായിരുന്നു എന്നറിയാം. പുൽക്കൂടുണ്ടാക്കല് പരിപാടിക്ക്. സാംബോ അവിടെ, ഞങ്ങളിവിടെ. ഹലോ കൂട്ടുകാരെ, വന്നേ. പതക്കം പൊട്ടി അയ്യോ നീക്ക് കാണുന്നില്ല. പണ്ടത്തെ കൈയല്ലാട്ടോ, നാളെ വില്ലത്തി പറയോ. ഹാപ്പി ക്രിസ്മസ് പറ കൂട്ടുകാർക്ക്. കാലാണോ കാണിച്ചു കൊടുക്കുന്നത്? കണ്ടോ, ക്രിസ്മസ് അപ്പൂപ്പന് പറയുന്ന കൃഷ്ണൻ അപ്പൂപ്പൻ. മതസൗഹാർദ്ദത കൂടിപ്പോയില്ല. ആരാ വന്നേ പറ.
ഒന്ന് ഇരിക്കിവിടെ ഒന്ന് വീട് എടുക്കട്ടെ. പള്ളി പോയ മുടി 2 ദിവസത്തെ കൊമ്പായിട്ട് കെട്ടി വെച്ചിട്ട് നമുക്ക് മുടിയിരിക്കുന്ന ഹാപ്പി ക്രിസ്മസ് പറ. സുഖാണോ ചേച്ചേ? ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ കാര്യങ്ങള്. അപ്പം സംഭവം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹാപ്പി ക്രിസ്മസ് കൂട്ടുകാരെ. അപ്പൊ അങ്ങനെ ഇന്ന് ക്രിസ്മസിന്റെ ദിവസം ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് കേട്ടോ. നല്ല അപ്പവും ബീഫ് കറി ഉണ്ട് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ സ്പെഷ്യല് പിടിയും കോഴിയാണ് കേട്ടോ. അപ്പൊ പിടിക്കുള്ള പിടീന്റെ മാവ് അവിടെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കിടന്നൊക്കെയാ കുഴക്കുന്നത്. അതിനുള്ള തേങ്ങ റെഡിയാക്കട്ടോ. നല്ല സെറ്റ് പിടിയായിട്ടുണ്ട് കേട്ടോ. പിടിയും കോഴിയും ഹാപ്പി ക്രിസ്മസ് ആയിട്ട് തിന്നാൻ നമുക്ക്. നമ്മുടെ പിടിയും കോഴിയും പപ്പ ടേസ്റ്റ് ചെയ്യാണ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. കൈ ചോറുണ്ടോണേ. ചോറും ചിക്കൻ കറിയാ. എങ്ങനെയുണ്ട്? അതെ സെറ്റ് സൂപ്പർ സാധനം കിട്ടിയിട്ടുണ്ട്. നല്ല പിടിയും കോഴിട്ടോ. കുറേ നാളായിട്ട് കഴിക്കണം എന്ന് വിചാരിക്കുന്നു. പൊളി പഠിക്കുക. അയ്യോ പല്ലുവേദന കൂടിയിട്ട് എല്ലാം കൂടി പഫ് അവരുണ്ട് കേട്ടോ. ശരിയാവും. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ കേട്ടോ. കിട്ടില്ല. എല്ലാരും കൂടെ കഴിക്കണം കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ.